ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 2022 ഡിസംബർ മാസം ഉദ്ഘാടനം കഴിഞ്ഞ തേജ ഓട്ടോയുടെ ഷോറൂമിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് എനിക്ക് ഉദ്ഘാടന വീഡിയോ മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തേജ ഓട്ടോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ തേജ ഓട്ടോയുടെ ഷോറൂം എവിടെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഈ കാണുന്ന റോഡ് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്ന റോഡാണ്. ഇതുവഴി നമുക്ക് ചോറ്റാനിക്കരയ്ക്കൊക്കെ പോകാം. അവിടെ നിന്ന് തിരുവാങ്കുളം ജംഗ്ഷനിലാണ് തേജ ഓട്ടോയുടെ ഷോറൂം. ഒരുവിധം വലിയ ഷോറൂം തന്നെയാണ്. എന്തായാലും നമുക്ക് അകത്ത് പോയി ഓട്ടോയെ പറ്റി കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് മക്കളെ കേരളത്തിലേക്ക് പുതുതായി വന്ന തേജ ഓട്ടോ. അതുപോലെ തന്നെ തേജ ഓട്ടോയുടെ തന്നെ ഇലക്ട്രിക്കൽ ഗുഡ്സ് വെഹിക്കിൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് CNG കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളുടെയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. മജ്മൽ സാർ, എന്തുണ്ട് വിശേഷം? അന്ന് നമുക്ക് തിരക്കാനെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഫുൾ ഫ്രീ അല്ലേ? നമ്മുടെ ഓട്ടോയുടെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഒന്ന് ഭംഗിയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബിനൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഡീസലിൽ ഇറക്കിയേക്കണത് അല്ലേ? പിന്നെ ആദ്യം തന്നെ കമ്പനീനെ ഒന്ന് പരിചയപ്പെടുത്താം. ചേട്ടൊന്ന് പറഞ്ഞു. ഗ്രീവ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കാലങ്ങളായിട്ട് എഞ്ചിൻ സപ്ലൈസിന്റെ ഒരു കമ്പനിയായിരുന്നു ഗ്രീവ്സ്. അവരുടെ തന്നെ പുതിയ ബ്രാൻഡായിട്ടാണ് ഗ്രീവ്സ് ഇറക്കിയിരിക്കുന്നത്, തേജ എന്നുള്ള ബ്രാൻഡിൽ. ഇതാണ് നമ്മളെ ഡീസൽ പാസഞ്ചർ. ആപ്പയും അതുലും പിന്നെ ആൽഫയൊക്ക തമ്മിൽ ബോഡിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? എന്നാലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് നൽകിയിരിക്കുന്നത്. കണ്ട, ഇവിടെയൊക്കെ നല്ല നല്ല സ്ട്രോങ് ആണ് സംഭവം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. ബോഡി സ്ട്രോങ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഞ്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബീഡിങ്, ഇത് കമ്പനി കൊടുക്കണല്ലേ? ബീഡിങ് കമ്പനി ബീഡിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേജ എന്നുള്ള ലെറ്റർ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ പൊതുവെ എനിക്ക് തോന്നുന്നു അതുലിന്റെ ഒരു ഷേപ്പ് തോന്നിക്കുന്നുണ്ട്. ബോഡി എന്താണ് പേര്? എന്താണ് ബോഡി വർക്കാണ് വണ്ടിയിൽ റീഡിസൈൻ. അതെ, റീഡിസൈൻ എന്ന് പറഞ്ഞ ബോഡി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. കമ്പികളൊക്കെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് കമ്പികളൊക്കെ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കമ്പികളാണ്. അതെ അല്ലേ? ഓ, പിന്നെ ഇതിന്റെ ഡാഷൊക്കെ സാധാ അല്ലേ? നമ്മളെ മറ്റുള്ള വണ്ടികൾ തന്നെയാണ്. പിന്നെ നമുക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാൽ BS6 വണ്ടിയിൽ BS4 മെത്തേഡിലാണ് വണ്ടി വന്നിരിക്കുന്നത്. കുറച്ചും കൂടി, അതായത് പഴയ കണ്ടീഷനിൽ തന്നെ ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സെൻസർ ഇല്ല നമുക്ക്, അതുപോലെ തന്നെ റേഡിയേറ്റർ ഇല്ല, എയർ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ കമ്പിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. അതെ അതെ, നമുക്ക് ഈ കമ്പികളൊക്കെ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. നമുക്ക് അത് ബോഡി പണിയുമ്പോൾ നമുക്ക് ആ കമ്പികളുടെ കുറച്ച് പ്രത്യേകത മനസ്സിലാവും. ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് വണ്ടി വന്നേക്കുന്നത്. മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് നമ്മൾ ഈ ഹൈറ്റ് നമുക്ക് കിട്ടില്ല. കുറച്ചുകൂടി നമ്മൾ വണ്ടി പണിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് നമുക്ക് കൂടും. പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പഴയ BS4 വണ്ടിയിൽ ഉണ്ടായിരുന്ന റോപ്പ് സ്റ്റാർട്ടിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. റോപ്പ് സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ റോപ്പ് കെട്ടി നമുക്ക് വണ്ടി ഓഫായി പോയി പിന്നെ സ്റ്റാർട്ട് ആവാത്തൊരു ഇത് എല്ലാ BS6 വണ്ടികളിലും ഉണ്ടായിരുന്നു. ആ വണ്ടികളുടെ ഇത് മാറ്റിക്കൊണ്ടാണ് ഗ്രീവ്സ് എന്ന് പറഞ്ഞ വണ്ടി ഇപ്പൊ നിലവിൽ പേരിലുള്ള വണ്ടിയിൽ നമുക്ക് റോപ്പ് സ്റ്റാർട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. റോപ്പ് സ്റ്റാർട്ടിംഗ് വണ്ടിയിൽ വരുന്നുണ്ട്. ഇതിന് എഞ്ചിൻ ഗ്രീവ്സിന്റെ എഞ്ചിൻ തന്നെയാണല്ലേ? എഞ്ചിനാണ്, എയർ കൂൾഡ് എഞ്ചിനാണ്. അതിന് അതിന്റെ പ്രത്യേകതകൾ കൂടി ഞാൻ എനിക്ക് എഞ്ചിന്റെ കാണിച്ചത്. എഞ്ചിനാണ്. എഞ്ചിനൊന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നെ സാധാ ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങുന്ന ആപ്പയും പിന്നെ അതുപോലെ തന്നെ അതുലിൻ്റെയും സെയിം എൻജിൻ തന്നെയാണ് ഇതിനും
കൊടുത്തിരിക്കുന്നത് ഗ്രീവ്സിൻ്റെ എൻജിൻ. മറ്റേതെന്ന് വെച്ചാൽ എൻജിൻ മാത്രം ഗ്രീവ്സ് ആണ്. ഈ തേജ ഓട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻജിനും ബോഡിയും ഗ്രീവ്സ് കമ്പനിയാണ് ഇറക്കിയിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത് ശരിയാണ്? അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ നിലവിൽ എഞ്ചിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികളിലെന്ന് വെച്ചാൽ നമുക്ക് ഇത് റബ്ബർ കുഷായിരുന്നു കൊടുത്തിരുന്നത് ഈ പമ്പിംഗ് ഓയിൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിത് സ്റ്റീലാക്കിയത് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടും. അതുകൂടാതെ നമ്മൾ കണ്ടിന്യൂസ് ഇപ്പൊ നമ്മൾ എയർ കൂൾഡ് എഞ്ചിനിൽ നമ്മൾ ഓടിച്ചോണ്ടിരുന്നാൽ നിലവിൽ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ വണ്ടിക്ക് ഒരു ഹീറ്റിംഗ് വന്നാൽ ആ ഹീറ്റിംഗ് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ലിക്വിഡ് ഫോമാണ്. ആ ലിക്വിഡ് ഫോം ഈ ഹീറ്റിംഗ് ആയ എഞ്ചിനിലേക്ക് നമ്മൾ കോയിലിലൂടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിലവിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 1000 കിലോമീറ്റർ 500 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ആ വണ്ടീൻ്റെ ഹീറ്റിംഗ് നിലവിൽ കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഹീറ്റിംഗ് നമുക്കത് കട്ടായി പോകും. ഹീറ്റിംഗ് കട്ടായി പോകുമ്പോഴും പമ്പിങ്ങിലേക്ക് കോയിലിലൂടെ പമ്പിങ് വന്നുകൊണ്ടിരിക്കും. ആ പമ്പിങ്ങിലൂടെ ആ ഹീറ്റിംഗ് നിലവിൽ തണുപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള വണ്ടികളിൽ നമ്മളിപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് സെൻസറായിട്ട് തോന്നാം, പക്ഷെ ഇത് സെൻസർ അല്ല. ഇത് നമ്മൾ കൊടുത്തേക്കുന്ന 3 ഫ്യൂസാണ്. ഈ ഫ്യൂസ് മറ്റുള്ള വണ്ടികൾക്ക് ആപ്പേ അതുപോലുള്ള വണ്ടികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കൊടുത്തിരിക്കുന്നത് ഫ്യൂസ് ആണോ സെൻസർ ആണോ എന്ന്. മറ്റുള്ള വണ്ടികൾ നമ്മളെ വണ്ടിയിൽ ഇത് ഫ്യൂസ് ആണ്. അതുപോലെ തന്നെ ഈ ലിക്വിഡ് നമ്മുടെ വണ്ടി തേജയിൽ മാത്രം അതെ നമുക്ക് ഫ്യൂസ് ആണിത്. മറ്റുള്ള വണ്ടികൾ നമ്മളിപ്പോ ഈ എഞ്ചിൻ റൂം തുറന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇത് ഫ്യൂസ് ആണ്, 3 ഫ്യൂസ് ആണ് കൊടുത്തേക്കുന്നത്. മറ്റുള്ള വണ്ടികളിൽ ഇത് സെൻസർ ആയിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ. കാരണം നമ്മൾ അയച്ചു നോക്കുമ്പോൾ എഞ്ചിൻ റൂം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് സെൻസർ ആണോ അതുപോലെ തന്നെ ഫ്യൂസ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ ഈ എയർ കൂൾഡ് എഞ്ചിനിലേക്ക് നമ്മൾ ലിക്വിഡ് ഫോം കൊടുക്കുന്നതിന് ഒരു 12 ലിറ്ററിന്റെ ടാങ്ക് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഓരോ സർവീസിന് കയറുമ്പോൾ അത് റീഫില്ല് ചെയ്താണ് നമ്മൾ തരുന്നത്. അതൊക്കെ നമുക്ക് ഈ ഗ്രീവ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതലുള്ള ഹൈലൈറ്റ് ആണ്. എത്രയാണ് കമ്പനി ഇപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് കമ്പനി ലിറ്ററിൽ നമുക്ക് വന്നിരിക്കുന്നത് 40.8 മൈലേജ് വന്നിട്ടുണ്ട് കമ്പനിയുടെ പ്രൊവൈഡ്. ഇതിന്റെ പ്രൈസ് ഓൺ ദ റോഡ് പ്രൈസ് ഓൺ ദ റോഡ് വരുമ്പോൾ നമുക്ക് 3.35 ഡീസൽ പാസഞ്ചർ വരുന്നത്. ഓൺ ദ റോഡിൽ നമ്മളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി തരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പൊ 2023 വണ്ടിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡ് തേജയുടെ ഇലക്ട്രിക്കൽ കാർഗോ കിടപ്പുണ്ട് അല്ലേ? ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇത് നമുക്ക് ഇലക്ട്രിക്കിൽ നമുക്ക് വരുന്നത് പുതിയൊരു മോഡലാണ്. മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് നമുക്ക് ഗിയർ അതുപോലത്തുള്ള മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാകാറില്ല. ഇതിൽ നമുക്ക് 2 ഗിയർ കൊടുത്തിട്ടുണ്ട്. 2 ഗിയർ ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ. ഫസ്റ്റ് ഗിയർ ഇട്ടാലേ വണ്ടി സ്റ്റാർട്ടിങ് മൂവ് ആവുള്ളൂ. സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നമുക്ക് വണ്ടി മൂവ് ആവും. പിന്നെ അതിൽ നമുക്ക് മോഡ് വരുന്നുണ്ട്. 2 മോഡാണ് വരുന്നത്, പവർ മോഡ്, ഈക്കോ മോഡ്. അതിൽ നമ്മൾ ലോഡ് കഴിയുമ്പോൾ നമുക്ക് പവർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇതാണ് പവർ മോഡ് അല്ലേ? അതെ, ഈക്കോ മോഡ് നോർമൽ മോഡിലേക്ക്, എക്കോ മോഡ്, ഈക്കോ മോഡ് നോർമൽ മോഡ്. ഈ കാണുന്നത് എന്താണ്? അത് റിവേഴ്സ് ഫോർവേഡ്. ബാബു ചേട്ടൻ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണല്ലേ? വണ്ടിനെ പറ്റിയൊക്കെ അറിയാം അല്ലേ? പിന്നെ ഗിയറിന്റെ സിസ്റ്റം സാബു ചേട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇതിന്റെ സാധാ വണ്ടിയുടെ ഗിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്, ഇങ്ങനെ മുകളിലേക്കാണ് വരുന്നത്. ഇതിന്റെ നേരെ തിരിച്ചാണ്, താഴത്തേക്കാണ് ഫസ്റ്റ് വന്നെ. പിന്നെ ഇത് നോർമൽ സ്പീഡിലേക്ക് പോകുമ്പോഴാണ് ഇത് സെക്കൻഡിലേക്ക് വരുന്നത്, നമ്മൾ ടോപ്പിലൊക്കെ പോകുന്ന പോലെ. പിന്നെ നമ്മൾ 3 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്താൽ 118 കിലോമീറ്റർ ആണ് നമ്മുടെ കമ്പനി പറയുന്നത്. എന്തായാലും നമുക്ക് 100 ഉറപ്പായിട്ട് കിട്ടും. 100 ഉറപ്പായിട്ട് കിട്ടും അല്ലേ? ഉറപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മള് ലോഡ് കയറ്റുമ്പോ ലോഡ് ഇല്ലാത്തപ്പോൾ നമ്മൾ ഈ എക്കോ മോഡിൽ പോകണം. ഈ എക്കോ മോഡിൽ പോകണം. ഈ എക്കോ മോഡ് ലോഡില്ലാത്ത നമുക്ക് ചാർജ് കണ്ടമാനം വരില്ല. ലോഡ് ഉള്ളപ്പോൾ നമ്മൾ പവർ മോഡിലിട്ട് നമ്മൾ പോകണം. എത്ര ലോഡ് വരെ വലിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ. താക്കോലിന്റെ ഇത് സാധാ രീതിയിൽ ഇതിപ്പോ താക്കോലൊന്ന് ഓണായി, ഇഗ്നിഷൻ ഇവിടെ ലൈറ്റ് പക്ഷെ അത് ഓൺ ആയിട്ടില്ല. പക്ഷെ ഒന്നുകൂടെ നമ്മൾ താക്കോൽ തിരിക്കണം. അതിന് വേറെ പ്രത്യേക എനർജി ഒന്നും കാണിക്കില്ല. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിക്കുമ്പോ വണ്ടി ഓണായി. ഇപ്പൊ നിലവിൽ വണ്ടി ആക്സിഡന്റ് പോകും. കൊടുത്തപ്പോ ഇപ്പൊ നമുക്ക് ഓൺ ആയെന്ന് അറിയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ കൊടുത്തു നോക്കിയാൽ ഓണായി എന്ന് അറിയാൻ പറ്റും.
പിന്നെ കൈ ഇങ്ങനെ പയ്യനെ കൊടുത്തു കൊടുത്തു നോക്കി അറിയാൻ പറ്റും. മറ്റേ ഗിയറിൽ ഇട്ടുകൊണ്ട് നമ്മൾ അടിക്കരുത്, പിടിച്ചിട്ട് ഒരു സൗണ്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇല്ല, സാധാരണ ഒരു മൂളക്കം പോലെ ഉണ്ടാവും. മൂളക്കം ഉണ്ടാവും. നമ്മളത് റണ്ണിങ്ങിൽ വരുമ്പോൾ നമുക്ക് ചെറിയ മൂളക്കം വരും. അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവില്ല ഒന്നും, ഒരു എഫക്ട് കാണിക്കില്ല നമ്മള്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. വണ്ടി സ്മൂത്ത് ആണ്. 475 കിലോ ആണ് കമ്പനി പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ 1000 കിലോ കയറ്റിയാലും ഈ പവർ മോഡിൽ വണ്ടി പോകും. ഫുൾ ചാർജിന് എത്ര കിലോമീറ്റർ ഓടും? 118 കിലോമീറ്റർ ഓടും. അതിന്റെ ആംപയർ എത്ര? നമുക്ക് 48 വോൾട്ട് 48 വോൾട്ട് ആംപിയർ കാണിക്കും. ആംപയർ അല്ലേ? ബാറ്ററി ഇതിന് നമുക്ക് സെപ്പറേറ്റ് അഡീഷണൽ ബാറ്ററി, ലൈറ്റ് സ്വിച്ചിന്റെ ഒക്കെ ഒരു ബാറ്ററി അഡീഷണൽ ആയിട്ടുണ്ട്. ഒരു അഡീഷണൽ ബാറ്ററി ഉണ്ട് ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതിന്റെ ബാറ്ററി ഇരിക്കുന്നത് ഫുൾ പവർ ബാറ്ററി ഇരിക്കുന്നത് ഉള്ളിലാണ്. എവിടെയാണ്? മോട്ടറിന്റെ ഭാഗത്ത് ഇതിന്റെ അകത്ത് വരും. ഇതിന്റെ അകത്താണ് ഇതിന്റെ മോട്ടറിന്റെ എല്ലാ സാധനവും ഇരിക്കുന്നത് ഇതിന്റെ അകത്താണല്ലോ ഇരിക്കുന്നത്. ഇതൊരു കവറാണല്ലോ. ഒരു കവറാണ്. ഇത് നല്ല വീതിയുള്ള ഒരു കവറാണ്. മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് ചെറിയൊരു കവറുണ്ട്, അത് ഇങ്ങനെ പൊക്കാവുന്ന. ഇത് നമ്മൾ നെറ്റിൽ പൊക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പൊക്കുവാണ്. പൊക്കി അവിടെ വെക്കാം. അതുപോലെ ഇതിന്റെ മോട്ടറൊക്കെ താഴെ ഇരിക്കണം. മോട്ടർ ഇതാണ് മോട്ടർ അല്ലേ? ഈ ചേസ് എന്ന് പറഞ്ഞ സാധനം മറ്റുള്ള വണ്ടിനെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആണ്. ചേസ് പിന്നെ ഫ്രണ്ട് പോകുന്ന ലോഡ് കൂടുന്നതനുസരിച്ച് ഫ്രണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ഇത് ഫ്രണ്ട് പൊങ്ങില്ല ഈ വണ്ടിയുടെ. അതിനാണ് ബാറ്ററി അങ്ങേ സൈഡിൽ ഫിറ്റ് ചെയ്തേക്കാം. ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഈ പെട്ടിയുടെ അകത്തുള്ള ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കാർഗോയുടെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോറൂം പ്രൈസ് 3,06,000 വരും നിലവിൽ. പിന്നെ നമുക്ക് ഓൺ ദ റോഡ് വരുമ്പോൾ നമുക്ക് 3,23 വരും. പിന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് ഇതിന് ടാക്സ് ഇല്ല. കേരള ഗവൺമെന്റിന്റെ ഒരു ഇത് പ്രകാരം നമുക്ക് ടാക്സ് ഇല്ല. പിന്നെ ഈ വണ്ടിക്ക് സബ്സിഡി അലോഡ് ചെയ്യുന്നുണ്ട് കേരള ഗവൺമെന്റ്. അത് നമ്മളായിട്ടല്ല, നമ്മൾ RTO വഴിയാണ്. നമ്മൾ കേരള ഗവൺമെന്റിന്റെ സബ്സിഡി നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് വഴിയാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോണിന്റെ കാര്യമൊക്കെ ലോണൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് 90%, 85% വരെ നമുക്ക് ലോൺ ചെയ്യുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്. നമുക്ക് മറ്റുള്ള ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ദ റോഡിന്റെ 80% വരെയാണ് അവർ ചെയ്യുന്നത്. ബാലൻസ് എമൗണ്ട് നമ്മൾ ബാങ്കിൽ അടച്ചിട്ട് നേരിട്ട് നമുക്ക്. പിന്നെ ഇലക്ട്രിക്കിന് സബ്സിഡി ഉണ്ടോ? ഇലക്ട്രിക്കിന് നമുക്ക് സബ്സിഡി വരുന്നുണ്ട്. അത് നമുക്ക് ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടെ ഉള്ള. ഡീസലിനും മറ്റുള്ള വണ്ടികൾക്കൊന്നും നമുക്ക് സബ്സിഡി വരുന്നില്ല. ഇലക്ട്രിക്കിന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് വണ്ടികൾക്ക് മാത്രമേ കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടി സബ്സിഡി അവർ അലോട്ട് ചെയ്യുന്നു. തേജയുടെ ഡീസൽ കാർഗോ ഇത് BS6 എഞ്ചിൻ തന്നെയല്ലേ? BS6 തന്നെയാണ്. ഇതാവുമ്പോൾ നമുക്ക് 435 cc തന്നെയാണ്. എയർ കൂൾഡ് എഞ്ചിനാണ്, സെൻസർ ഇല്ലാത്ത മോഡലാണ്. ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേലോഡ് വരുന്നത് 462 ആണ്. 10 ലിറ്റർ ടാങ്കാണ്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. നമുക്ക് ഹീറ്റിംഗ് ഉണ്ടാകും. ഇതാണ് നമ്മളെ എഞ്ചിൻ റൂം. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഡീസൽ പാസഞ്ചറിന്റെ സെയിം മെത്തേഡ് തന്നെയാണ്. പ്രത്യേകത ഒന്നും നമുക്ക് പറയാനില്ല. കാരണം നേരത്തെ കണ്ട CNG ഇല്ലാത്ത ആ ഫ്യൂസ് ഇവിടെ കയറി വരും. അതാണ് എയർ കൂൾഡും സെൻസറും ഇല്ലാത്തുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ചെയ്ത ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ പാസഞ്ചറിൻ്റെ സെൻസർ ഇല്ലാത്ത മോഡൽ, എയർ കൂൾഡ് എഞ്ചിൻ, അതുപോലെ തന്നെ ലിക്വിഡ് ഫോം പമ്പ് ചെയ്യണ കുഴൽ. ഇതിലൂടെ തന്നെയാണ് ആ നേരത്തെ പറഞ്ഞ പോലെ നിർത്താതെ നമ്മൾ 500-1000 കിലോമീറ്റർ ഓടിയാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും എഞ്ചിൻ വീക്കോ അതുപോലെ തന്നെ എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റിംഗ് ഒന്നും മുകളിലേക്ക് കയറി വരില്ല. ഓയിലിലൂടെ തന്നെ അത് ഹീറ്റിംഗ് തണുപ്പിക്കാനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ, ഗ്രീപ്സ് എന്ന് പറഞ്ഞ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ട് കമ്പനി. അതാണ് നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് 500-1000 കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മളെ ഈ ഡീസൽ വണ്ടികളിൽ വരുത്തില്ല. CC എത്ര പറയുന്നത്? ഇത് നമുക്ക് 435 cc തന്നെയാണ് വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ G435 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളെ ഡീസൽ വണ്ടികളെല്ലാം വരുന്നത്. പിന്നെ മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് 40 ആണ് നമുക്ക് പറയുന്നത്. ഇത് 10 ലിറ്റർ ടാങ്കാണ്. 462 ആണ് പേലോഡ് വരുന്നത്. പിന്നെ ഇതിന്റെ ബോഡിയൊക്കെ നല്ല ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് 5.5 അടി നീളം വീതി, 5.5 അടി നീളം, 4.8 അടി വീതിയാണ് നമുക്ക് വണ്ടിക്ക് ബോഡിക്ക് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹാൻഡിൽ ലോക്കും സംവിധാനം, ഡാഷ്ബോർഡ് എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ സീറ്റും ഡാഷ്ബോർഡും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടി ചെയ്തിട്ടുണ്ട്. സീറ്റ് കുറച്ച് വലുതായിട്ടാണ് ചെയ്തത്. ഡ്രൈവേഴ്സിന് ഇരിക്കാനും കൂടെ ഉള്ള സംവിധാനത്തിൽ, 2 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനത്തിലാണ് സീറ്റുകൾ വരെ ചെയ്തേക്കുന്നത്. കാരണം 2 പേര് ഇരിക്കുമ്പോൾ തിങ്ങിപ്പോകണ്ടെന്ന് കരുതിയാണ് കമ്പനി അതും കൂടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡാഷ് ബോക്സും ആ ഡ്രൈവേഴ്സിന്റെ കാലും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസും കൂടി അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റേ
ഡ്രൈവർ മാത്രമാണ് ഇരിക്കാൻ ശരിക്കും അലൗഡ് ഉള്ളൂ. ഡ്രൈവർ പ്ലസ് 1 ഉണ്ട് നമുക്ക്. ഉണ്ടാ? അതെ, നമ്മള് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ പ്ലസ് 1 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തേക്കുന്നത്. അതാണ് ഇത്ര നീളത്തിൽ കൊടുത്തത്. അതെ അതെ അതെ. ഡീസൽ ടാങ്ക് വരുന്നത് ഇതാണ്, 10 ലിറ്റർ ടാങ്ക്. 10 ലിറ്റർ ടാങ്ക്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ഫോം. അതിലിപ്പോ ഓൾറെഡി നമ്മുടെ ലിക്വിഡ് നിറച്ചിട്ടിട്ടുണ്ട്. ലിക്വിഡ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇത് 12 ലിറ്ററിന്റെ ടാങ്ക് ആണ്. ഇതിൽ നിന്നാണ് നമ്മളെ കോയിലിലൂടെ പമ്പിങ് നടത്തുന്നത്. പമ്പിങ് നടത്തുമ്പോൾ നിങ്ങളെ ഹീറ്റിംഗ് ഒരിക്കലും അതിൽ നടക്കില്ല. ഹീറ്റിംഗ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് തണുപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ആ ലിക്വിഡാണ് ഇതിൽ നിറച്ചത്. പ്യൂരിഫൈഡ് വാട്ടർ മതി. അതെ അതെ, പ്യൂരിഫൈഡ് വാട്ടർ ആണ് നമ്മൾ അതിന്റെ ലിക്വിഡ് ഫോം എന്നാണ് നമ്മൾ ഗ്രേവ്സിൽ പറയുന്നത്. ഇതെന്താ സംഭവം? അത് നമ്മളെ ഏതൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൽ ചെയ്തേക്കുന്നുണ്ട്. ചേസ് ഒക്കെ നല്ല സ്ട്രോങ് ചേസ് ആണ്. മറ്റുള്ള ലോഡ് കയറുമ്പോൾ നമുക്ക് പൊങ്ങുന്ന ഒരു വിഷയം മറ്റുള്ള വണ്ടികളെ പോലെ നമുക്ക് ഇതിനുണ്ടാവില്ല. നിലവില് നമ്മളെ കാർഗോ ഡീസൽ വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 328 ആണ്. നമുക്ക് ഓൺ ദ റോഡിൽ നിങ്ങൾക്ക് ടാക്സ്, രജിസ്ട്രേഷൻ എല്ലാം അടക്കം നമ്മൾ ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് കൈമാറുന്നത്. അതുപോലെ തേജയുടെ CNG പാസഞ്ചറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. പാസഞ്ചറിനെ പറ്റി എന്താ പറയാനുള്ളത്? പാസഞ്ചറിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ അതുല്, അതുപോലെ തന്നെ മഹീന്ദ്ര, അതുപോലെ ആപ്പെ അങ്ങനെയുള്ള വണ്ടികളിലെ പോലെ തന്നെ പ്രത്യേകതകൾ കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതലാണ്. ഇതിപ്പോൾ നമുക്ക് ഒറ്റ ടാങ്കാണ്, സിലിണ്ടർ 5 കിലോയുടെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഒരു 5 കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 190-200 കിലോമീറ്റർ വരെ നമുക്ക് ഓടാൻ പറ്റും. ഇത് കിലോമീറ്ററിൽ നമുക്ക് 40 മൈലേജ് പറയുന്നത്, 40 പറയുന്നത്. പിന്നെ അത് കൂടാതെ 3 ലിറ്റർ ടാങ്ക് പെട്രോളിൻ്റെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം പെട്രോളിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, നമുക്ക് വണ്ടി മൂവ് ആവുള്ളൂ. പെട്രോളിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബോഡി സെയിം ആണല്ലേ? ബോഡി എല്ലാം നമുക്ക് റീഡിസൈൻ ബോഡിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആണ്, കുറച്ചും കൂടി നല്ല എഫിഷ്യൻസിയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് കൂടിയ ബോഡിയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ബോഡി മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ബോഡിയുടെ സ്ട്രോങ് എന്താണെന്നുള്ളത്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്, 399 cc എഞ്ചിനാണ്. നമുക്കിപ്പോൾ വാട്ടർ കൂൾഡാണ്, സെൻസറുള്ള മോഡലാണ്, റേഡിയേറ്ററാണ് വണ്ടി. മറ്റുള്ള വണ്ടികൾ പോലെ തന്നെ റേഡിയേറ്ററാണ്, ഇത് സെൻസറാണ്. നമ്മൾ മറ്റേ ഡീസൽ പാസഞ്ചറിൽ കാണാതിരുന്ന ഒരു ഫംഗ്ഷനാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കണ്ടിരുന്ന ഫ്യൂസ് ഇതിലുണ്ടാവില്ല. അതാണ് ഇത് സെൻസറും മറ്റേ ഡീസൽ വണ്ടി നമ്മളെ സെൻസറുള്ള എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് കാണിക്കാൻ പറ്റിയത് ഫ്യൂസ്. അതുകൊണ്ടാണ് നമുക്കിത് ഈ എയർ ഫിൽറ്ററും ഇതുപോലെ തന്നെ വാട്ടർ കൂൾഡിൽ മാത്രമേ ഇങ്ങനെ സംവിധാനം വരുള്ളൂ. റേഡിയേറ്റർ ഉള്ള മോഡലാണ്. റേഡിയേറ്ററാണ് നമ്മൾ ഇതിന്റെ അടിയിൽ കൊടുത്തേക്കുന്നത്. റേഡിയേറ്റർ ക്യാപ്പ് അല്ലേ? അതെ, റേഡിയേറ്റർ ക്യാപ്പാണ് ഈ കാണുന്നത്. നമ്മള് ഇത് കൂളന്റ്. അതെ. ഇതെന്താ സംഭവം? നമ്മൾ ഈ എയർ കൂൾഡ് നമ്മളെ എയർ ഫിൽറ്ററിൽ നിന്ന് പാസ് ചെയ്ത് പോണ ഇത് അതിലേക്ക് കൊടുത്തേക്കുന്നത്, ബ്ലൂ ആഡ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ റേഡിയേറ്റർ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ റേഡിയേറ്റർ ആണ് തോന്നുന്നല്ലേ? മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ റേഡിയേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ? അതെ, 3 ലിറ്റർ പെട്രോൾ. അതാണ് പെട്രോളിന്റെ ടാങ്ക്. 3 ലിറ്റർ പെട്രോള് കൊള്ളും. പെട്രോൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ? നമുക്ക് 1 ലിറ്റർ 1.5 ലിറ്റർ ആണ്. ഇതിൽ 3 ലിറ്റർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ. പെട്രോൾ എത്ര കിലോമീറ്റർ കിട്ടും അറിയോ? പെട്രോൾ നമുക്ക് കമ്പനി പറയുന്നത് 35 ആണ്. നമുക്കൊരു 32 ഒക്കെ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും. അതല്ലേ പെട്രോൾ. പിന്നെ ഇതിന്റെ ഓൺ ദ റോഡ് പ്രൈസ് എത്ര? ഇതിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുമ്പോൾ നമുക്ക് CNG-ന്റെ വന്നത് CNG പാസഞ്ചർ നമുക്ക് 330 ആണ് ഓൺ ദ റോഡ് വരുന്നത്. അതിൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്.
ടാക്സ്, രജിസ്ട്രേഷൻ എല്ലാം അടക്കം നിങ്ങൾക്ക്. പിന്നെ വണ്ടി എടുത്ത് ഓടിയാൽ മാത്രം മതിയാവും. ആ കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി തരുന്നത്. തേജ ഓട്ടോകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പുതിയ ഓട്ടോകൾ ബുക്ക് ചെയ്യുന്നതിനും ഈ ഷോറൂമിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന വിസ്റ്റ മോട്ടോഴ്സ് തേജ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ മജുമലിന് വളരെ നന്ദി. താങ്ക് യു.